ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് റവ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാനിവിടെ റവ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ കറിയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണിതാ ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് 2 എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. പിന്നെ ഇതാ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും പിന്നെ വറ്റൽമുളകാണ് 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എരിവൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ വലിയ ഉള്ളിയുടെ ഒരു ചെറിയ പീസ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അതാ ഇതുപോലെ വേണമെന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനിയൊരു അരച്ചെടുത്ത കൂട്ടിലേക്ക് ഇതാ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 1-2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതാ ഒരു നുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്കിത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മൾ ഏകദേശം ഒരു ദോശമാവൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, അതേ രൂപത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കട്ടിയായിട്ടാണ് ഈ ഒരു മാവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഈ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് നേരെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കില്ല, അതേ രീതിയിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഒന്ന് മുരിപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിപ്പിച്ചെടുത്താൽ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതാ ഞാനിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചട്ടിണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഒരു കറികളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ കറി ഉണ്ടെങ്കിൽ കറി കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും താനേം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ദോശ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ല. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്